അഖിലേന്ത്യാ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദിനം ആചരിച്ചു. കൊല്ലം പ്രസ് ക്ലബിൽ ഇതുപോലെ അഖിലേന്ത്യാ സമാധാന ഐക്യ സമിതി ഹിരോഷിമ ദിനം. സംസ്ഥാന കൗൺസിൽ അംഗവും ഐക്യത്തോടെ സജീവ പ്രവർത്തനമായ ഇവിടെ ഷീഡായി ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള കെ ബി ബിജുവിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട ഈ ഹിരോഷിമ ദിനത്തിൻ്റെ അധ്യക്ഷൻ ഐക്യത്തോടെ സംസ്ഥാന കൗൺസിൽ അംഗവും സജീവ പ്രവർത്തനമായ ഈ യോഗം ഔപചാരികമായി സംസ്ഥാന സെക്രട്ടറി ഓക്കെ ശ്രീമതി ഉഷാകുമാരി, അതുപോലെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീമതി കെ സി പ്രഭ, അതുപോലെ ഹനീഫ് അടക്കം എത്തിയിട്ടുള്ള ഷാഹിർ, അതുപോലെ നിരവധി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഐക്യത്തോടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജഗദീഷ്, അതുപോലെ കുട്ടാർക്കെ വന്ന രാജേഷ് അടക്കം ഇവിടെ എത്തിയിട്ടുള്ള ഐക്യത്തോടെ സജീവ പ്രവർത്തകരെ പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കൾ, 1945 ആഗസ്റ്റ് 6-ാം തീയതി ലോക ജനതയെ ഞെട്ടിക്കുന്ന രീതിയിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലത്ത് അമേരിക്ക ജപ്പാൻ്റെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചു. അന്ന് യഥാർത്ഥത്തിൽ ജപ്പാൻ സമാധാനപരമായി ജനജീവിതം നയിച്ച കർഷകർ, അതുപോലെ തൊഴിലാളികൾ, അതേപോലെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നവർ, വിശ്വാസികൾ, അതുപോലെ തൊഴിൽ ഇടങ്ങളിൽ പോയവർ, വിദ്യാർത്ഥികൾ അടക്കം ഉള്ളവരെ എത്തിച്ചുകൊണ്ട് രാവിലെ 8:15 സാമ്രാജ്യത്വത്തിൻ്റെ വൻ ശക്തിയായ അമേരിക്ക ആറ്റം ബോംബ് ലോകത്തിലാദ്യമായി നിക്ഷേപിക്കുകയുണ്ടായി. ഇതിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം ഏകദേശം 600 അടി ഉയരത്തിലെ ചൂട് രൂപത്തിൽ വ്യാപിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 700 പരം പേര് ആ നിമിഷം തന്നെ മരിച്ചു വീണു. തുടർന്ന് 1,40,000 പേരും 5 വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം 2 ലക്ഷം ആളുകളുമാണ് ഈ ദാരുണമായ ഈ അമേരിക്കയുടെ കിരാതമായ ഈ ആണവായുധ പ്രയോഗത്തിൽ മരണപ്പെട്ടത്. ഇന്നും ജപ്പാനിൽ ഈ ദിവസം പീസ് ഡേ ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് പീസ് സെൻ്ററിൽ അതുപോലെ തന്നെ പ്രാർത്ഥനാ യോഗങ്ങളും ഈ ലോകത്തെമ്പാടും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങളും പല യോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഐക്സോ എല്ലാ വർഷവും ഈ രാവിലെയാണ് 8:15 ഞങ്ങൾ സാധാരണ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ നടത്തുന്നതിനുള്ള അസൗകര്യം കൊണ്ടാണ് നമ്മൾ വൈകിട്ട് ഈ ദിവസം ആക്കിയത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉദ്ഘാടകന് വളരെ വിശദമായിട്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച് ഉഷാകുമാരി അടക്കം, അതുപോലെ ഷാഹിർ അടക്കം, അതുപോലെ നിരവധി ആളുകൾ, ലവി പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി സംസാരിക്കാനുണ്ട്. ഞാൻ ജില്ലാ ട്രസ്റ്റാണ്, അദ്ദേഹത്തെ അടക്കം ഇവിടെ പങ്കെടുത്തുള്ള ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ അടക്കം വിവിധ സംഘടനകൾ എത്തിയിട്ടുള്ളവരെ എല്ലാവരെയും ഐക്സോ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം നൽകിക്കൊണ്ട് ഞാൻ കർത്തവ്യക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർഷികം കൂടി, മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പൈശാചികതയുടെ മറ്റൊരു വാർഷികം കൂടി കടന്നുകൂടിയാണ്. 6-9 മനസാക്ഷിയുള്ളവർക്കാർക്കും മറക്കാൻ കഴിയാത്ത ദുരന്ത അനുഭവം, സാമ്രാജ്യത്വം വാരി വിതറിയ അനുഭവമാണ് നമുക്ക് ഏവർക്കുള്ളത്. മനുഷ്യന് അവൻ്റെ ബുദ്ധിപരമായ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ തന്നെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തകരൊക്കെ കുറ്റബോധത്തോടി തല ഉരിക്കുവാൻ അവസരം നൽകുന്നത് ഇത്തരത്തിലുള്ള പൈശാചികത ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
ജനാധിപത്യത്തിൻ്റെ കലികകൾ വിഭജിച്ചാൽ അതിൻ്റെ ഊർജ്ജവും ഹിരോഷിമ അതിനെ സ്വതന്ത്രമാക്കുവാൻ കഴിയുമെന്നും അതുപോലെ തന്നെ അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള മനുഷ്യന്റെ കണ്ടുപിടുത്തം ഇന്ത്യ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രസ് ക്ലബ് മൈതാനിൽ പക്ഷേ ആ മുന്നേറ്റത്തിന്റെ ചവിട്ടുപടികൾ തന്നെയാണ് മാനവരാശിയെ അനുസ്മരണ സമ്മേളനം രണ്ടാം ലോകമായുധം കൊല്ലം താലൂക്ക് ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി സജിനാഥ് നിർവഹിക്കും. പറയുന്ന പൈശാചികത നാഗസാക്കി അടക്കമുള്ള പൈശാചികത ബാറ്റ്മാനും അടക്കമുള്ള ഈ മാരക പ്രകരശേഷിയുള്ള അണ്വായുധങ്ങൾ ഇട്ടുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യം ഏതാണ്ട് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് ഈ ജപ്പാൻ അടക്കം അതുപോലെ തന്നെ ജർമ്മനിയും ഒക്കെ കീഴടങ്ങിയ മീഡിയയ്ക്ക് വേണ്ടി ഈ പൈശാചിക റിപ്പോർട്ടർ ബൈജു എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതീശ മനോഭാവമാണ്. ആ അതീശ മനോഭാവം ഇപ്പോഴും അടുത്തുള്ളതാണ് ലോകത്തിലെമ്പാടും നടക്കുന്ന പൈശാചികമായ ആക്രമണങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഇതിൻ്റെ ബാക്കി പത്രങ്ങളാണെന്ന് നാം മനസ്സിലാക്കിയിരുന്നത്. എൻ്റെ വിശദാംശമടക്കം സാർ അതിലേക്കൊന്നും ഞാൻ കണക്ട് നമ്മൾ ആലോചിച്ച് വെക്കരുത്. നമ്മുടെ ഈ യോഗം നടക്കുമ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട കുറച്ച് പേരെങ്കിലും മുകളിലെ യോഗത്തിൽ കുറച്ച് പേരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അഭിനയ ബാലയെ അനുസരിക്കുന്ന യോഗം ഇതിനോടൊപ്പം നടക്കുന്നുള്ളതാണ് ആ ഒരു ഇതിൻ്റെ കുറേ പേര് കൂടി പങ്കെടുക്കേണ്ടതായി. നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളിവിടെ ഈ യോഗം നടത്തുമ്പോൾ തന്നെ അഭയാർത്ഥികളുടെ നീണ്ട നില ഉണ്ടാവുകയാണ്. പട്ടിണി കിടന്ന് കൊച്ചുകുട്ടികളും സ്ത്രീകളും അടക്കം നരകയാതന അനുഭവിക്കുകയും മരിച്ചുപോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പതിനായിരങ്ങളാണ് ലക്ഷങ്ങളാണ് ഇന്ന് ഈ ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6 അമേരിക്കയാണ്, അമേരിക്കൻ സാമ്രാജ്യമാണെന്ന് മാത്രമല്ല രണ്ടാം വട്ടം അധികാരത്തിൽ വന്ന ട്രംപിൻ്റെ മനോനില കൂടി പരിശോധിക്കുമ്പോൾ മാത്രമേ മാനവരാശിക്ക് ഈ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും.